ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പാടത്ത് പോയപ്പോൾ വൈകുന്നേരം നടക്കാനായിട്ട് പാടത്ത് പോയപ്പോൾ നമുക്ക് സർപ്രൈസായിട്ട് കിട്ടിയ ഒരു കിളിക്കൂടും ആ കിളിയുടെ കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ ഇതാണ് ആ കൂട്. അപ്പോൾ ഈ കൂട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് തൂക്കണാങ്കുരുവിയുടെ കൂടാണ്. അപ്പോൾ കൂട് ഉപേക്ഷിച്ച് പോയതിന് ശേഷം നമുക്ക് നിലത്തുനിന്ന് കിട്ടിയതാണ് ഈ കൂട്. അപ്പോൾ ഇതാണ് തൂക്കണാങ്കുരുവി. നമ്മുടെ നാട്ടിലൊക്കെ ഇത്ര മഞ്ഞ കളർ ഉണ്ടാവില്ല. ഈ കുരുവിക്ക് കുറച്ചൊരു ചാര കളർ കൂടുതലായിരിക്കും. അപ്പോൾ ഈ കൂട് ഉണ്ടാക്കിയ ആൾ ഇതാണ്. നമ്മുടെ വീവർ എന്നറിയപ്പെടുന്ന പക്ഷിയാണ് തുന്നൽക്കാരൻ പക്ഷി. ബയ വീവർ എന്നാണ് ഇതിൻ്റെ നെയിം. അപ്പോൾ ഈ കൂട് നോക്കൂ, എത്ര ഭംഗിയായിട്ടാണല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു കുറേ നാരുകൾ ചേർത്തിട്ട്, വാഴനാരും ഉണങ്ങിയ പുല്ലും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് തൂക്കിയിടാനുള്ള ഒരു നീളത്തിലൊരു ഭാഗമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കൂട് കാണുമ്പോൾ നമുക്ക് എപ്പോഴും അത്ഭുതം തോന്നും, ഇതിലെങ്ങനെ മുട്ടയിടുന്നു. കാരണം ഇതിങ്ങനെ തൂങ്ങിയാണല്ലോ കിടക്കുന്നത്. അപ്പോൾ തൂക്കണാങ്കുരുവിയുടെ പ്രത്യേകത തന്നെ അതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മുട്ടയിടുമ്പോൾ എങ്ങനെ താഴെ പോകില്ലേ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളൊക്കെ നമുക്ക് ധാരാളമായിട്ടുണ്ടാവും. നമുക്ക് തൂക്കണാങ്കുരുവിനെ പറ്റി കുറച്ചുകൂടെ ഒന്ന് നോക്കാം. ഈ വീവർ ബേർഡ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ഇണകളെ സ്വീകരിക്കുന്ന ഒരു പക്ഷി വർഗ്ഗമാണ്. കുരുവി വിഭാഗത്തിൽ, സ്പാരോ വിഭാഗത്തിൽ പെടുന്ന കിളിയാണ്. ചെറുതാണ്. അപ്പോൾ ആൺകിളി ആദ്യം കൂടുണ്ടാക്കാനാണ് തുടങ്ങുന്നത്. ഒരു കൂട് പകുതിയൊക്കെ ആകുമ്പോഴേക്കും ആൺകിളി പാട്ടുപാടി പെൺകിളികളെ ആകർഷിക്കും. അതിലേതെങ്കിലും ഒരു പെൺകിളി വന്ന് കൂട് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം, ബലമുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അവർ ഇണയെ സ്വീകരിക്കുന്നത്. അങ്ങനെ മുട്ട അടയിരിക്കുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും ആൺകിളി അടുത്ത ഇണയെ തേടി പോവുകയാണ് ചെയ്യാറ്. വേറൊരു കൂട് ഉണ്ടാക്കും. അപ്പോൾ 6 മാസത്തോളമൊക്കെ എടുക്കുമെന്നാണ് പറയുന്നത് ഒരു കൂടുണ്ടാക്കാൻ. 3000 മുതൽ 5000 വരെ നാരുകൾ ചേർത്ത് വെച്ചിട്ടാണ് കൂടുണ്ടാക്കുന്നത്. സാധാരണ അവർ കൂടുണ്ടാക്കുന്നത് പാടത്തിനടുത്തുള്ള വലിയ മരങ്ങളിലോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഓലയിലൊക്കെയാണ്. അപ്പോൾ ഒരു ഏരിയ മുഴുവനായിട്ടും ചിലപ്പോൾ ഒരുമിച്ച് കൂടുകൾ തൂങ്ങിക്കിടക്കുന്നതായിട്ട് കാണാം. ഇവിടെയൊക്കെ 1-2 എണ്ണമൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ കൂടുകൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന മറ്റൊരു സംശയം, ഇതിൽ എങ്ങനെ മുട്ടയിടും, ആ മുട്ട എങ്ങനെ അവിടെ താഴെ വീഴാതെ ഇരിക്കും എന്നൊക്കെയാണ്. കാരണം തലകുത്തനെയാണല്ലോ ഈ കൂടിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ അതിലുള്ള ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ഉമിനീരിൽ ഒരു പശയുണ്ട്. ആ പശ വെച്ച് മുട്ട ഇതിൽ ഒട്ടിച്ച് വെച്ചതിന് ശേഷമാണ് അവർ ഇര തേടിയൊക്കെ പുറത്തു പോകുന്നത്. അല്ലെങ്കിൽ അടയിരിക്കുന്ന സമയത്ത് മാത്രം വന്ന് അടയിരുന്ന് അങ്ങനെ പോകുന്നത്. അപ്പോൾ ആ ഒരു പശയിൽ നിന്നും എത്ര കാറ്റത്താണെങ്കിലും മുട്ട താഴെ വീഴില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ കൂട് ഒരു ചില്ലയിൽ ഉറപ്പിച്ച് വെക്കാനും അവർ ആ ഉമിനീര് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൂടിൻ്റെ ഭംഗി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. ഇപ്പോൾ മുട്ടയിട്ട് കുഞ്ഞ് വിരിഞ്ഞതിന് ശേഷം അവർ കൂട് ഉപേക്ഷിച്ച് പോകുന്നതാണ്. അങ്ങനെയുള്ള കൂടാണ് നമുക്ക് വഴിയിൽ നിന്നൊക്കെ കിട്ടാറ്. അപ്പോൾ മാത്രമല്ല, ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത്, ഹൈറ്റുള്ള സ്ഥലങ്ങളിലാണ് ഇവർ കൂടുണ്ടാക്കുക. ചെറിയ മറ്റ് കിളികളിൽ നിന്നുള്ള ശല്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉയരത്തിൽ കൂടുണ്ടാക്കുന്നത്. അപ്പോൾ ഈ കൂട് ഞാൻ എന്തായാലും കൊണ്ടുപോയിട്ട് നമ്മുടെ ബാൽക്കണിയിലെ ഗാർഡനിൽ വെറുതെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. എത്ര കിളികളാണല്ലേ നമ്മുടെയൊക്കെ ചുറ്റുമുള്ളത്. അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും ജീവിതശൈലിയും കാര്യങ്ങളും ഒക്കെ ഒന്നിൽ നിന്ന് മറ്റൊന്ന് തീർത്തും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ബേർഡ് വാച്ചിങ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ബയോവീവറിനെ പറ്റിയിട്ടുള്ള വിവരണം. അപ്പോൾ കൂടും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം, പിന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.